വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് എന്ന് പറയുന്ന മോഡൽ എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് കൺഫ്യൂഷൻസ് വരും. ഒന്ന്, റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് 350 എടുക്കണോ അതോ ക്ലാസിക് 350 എടുക്കണോ ബുള്ളറ്റിൻ്റെ കേസിൽ. അതിനു മുമ്പ് നമുക്ക് പണ്ട് ഇങ്ങനെയും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് 500 വേണോ ക്ലാസിക് 500 വേണോ എന്നുള്ള കൺഫ്യൂഷൻ കൂടി വരുമായിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ നമുക്ക് 500ൻ്റെ പ്രൊഡക്ഷനൊന്നും റോയൽ എൻഫീൽഡിന് ഇല്ല. ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350യും ക്ലാസിക് 350യും മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡലുകളുടെയും പ്രൈസ് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, ബ്രോ സ്റ്റാൻഡേർഡ് 500ൻ്റെയും ക്ലാസിക് 500ൻ്റെയും പ്രൈസ് കൂടി ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. നിലവിൽ ഒരു വർഷമായിട്ട് ഇപ്പം റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും ശരി ക്ലാസിക് ആണെങ്കിലും ശരി അന്നത്തെ തണ്ടർബേർഡ് ഒക്കെ ആണെങ്കിലും ശരി 500ൻ്റെ പ്രൊഡക്ഷൻ മുഴുവൻ അവർ നിർത്തിയായിരുന്നു. 350 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിലവിൽ നമുക്ക് സ്റ്റാൻഡേർഡ് 350യും ക്ലാസിക് 350യും മാത്രമേ ഉള്ളൂ കൺഫ്യൂഷനായിട്ട് വരുന്നത്. ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ബുള്ളറ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 350യും ക്ലാസിക് 350 ആയിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡേർഡ് 350 ചൂസ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷനും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ബുള്ളറ്റിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറ്റാവുന്നതാണ്. എന്നാൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് 350 എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പം ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കുമായിരിക്കും, സ്റ്റാൻഡേർഡ് എടുക്കണമെന്നായിരിക്കും ആഗ്രഹം. എന്നാൽ അവിടെയും നിങ്ങൾക്ക് വലിയൊരു കൺഫ്യൂഷനുണ്ട്. ഒന്ന്, സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക്, അതായത് ഈ കാണുന്ന ഈ വണ്ടി എടുക്കണോ അതോ സ്റ്റാൻഡേർഡ് എക്സ് വേരിയൻസിൻ്റെ അകത്ത് പെടുന്ന സ്റ്റാൻഡേർഡ് KSX എടുക്കണോ അതോ ESX എടുക്കണോ? ഇതെല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് 350യും KSXും ESXും തമ്മിലുള്ള ഡിഫറൻസും ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പ്രധാനപ്പെട്ട കുറേ സവിശേഷതകളും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 മോഡൽസ് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങൾ ഈ കാണുന്ന വണ്ടി. അതായത് ആ പണ്ട് മൂലേ നമ്മൾ കണ്ടുവരുന്ന ആ ബുള്ളറ്റിൻ്റെ ആ ഒരു ലുക്ക്, ആ ഒരു പഴയ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന വണ്ടിയാണ് ഈ കാണുന്ന സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക്. പിന്നീട് സ്റ്റാൻഡേർഡ് എക്സ് വേരിയൻസിൻ്റെ അകത്ത് പെടുന്ന സ്റ്റാൻഡേർഡ് KSX ആൻഡ് സ്റ്റാൻഡേർഡ് ESX. KSX പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കിക്ക് സ്റ്റാർട്ടാണ്. അതുപോലെ ESX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്റ്റാർട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ തുടങ്ങാം. ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക് ഈ വണ്ടിയും കിക്ക് സ്റ്റാർട്ടാണ്. ഇതും സ്റ്റാൻഡേർഡ് എക്സിൽ പെടുന്ന KSXും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ആദ്യമേ പറയാം. കാരണം ഇവ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇത് ഏകദേശം സെയിം വണ്ടി തന്നെയാണ് ഈ രണ്ട് വണ്ടികളും. ആകെ വരുന്നത് കുറച്ച് കോസ്മെറ്റിക്സ് ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ഈ വണ്ടിയും KSXുമായിട്ട് കുറച്ച് കോസ്മെറ്റിക്സ് പെയിൻറ്റിങ്സിലൊക്കെ വരുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ രണ്ട് വണ്ടിയും ബാക്കി എൻജിൻ വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ക്രാങ്ക് വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം സെയിം വണ്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് രണ്ടിനെയും ഒരുമിച്ച് വെച്ച് ആദ്യം ഒന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് 350യും സ്റ്റാൻഡേർഡ് KSXുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകെ വരുന്ന ചേഞ്ചസ് അതിൻ്റെ ആ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. അതാണ് നമ്മുടെ ഈ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് 350യിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മുഴുവൻ ഒരു ക്രോം ഫിനിഷാണ് വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് കളറിനോടൊപ്പം ക്രോം ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. വണ്ടിയുടെ എഞ്ചിനാണെങ്കിലും വണ്ടിയുടെ റിം ആണെങ്കിലും സ്പോക്സ് ആണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ആ ഒരു പഴമ നിലനിർത്താനായിട്ട് ക്രോം ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ KSXിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഭാഗങ്ങളിലെല്ലാം ഒരു ബ്ലാക്ക് പൗഡർ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു കോട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റിംസും ബ്ലാക്ക് കളറിലാണ്. പിന്നെ എഞ്ചിൻ്റെതായി ഈ ഒരു മുകൾ വശത്തും ഫുള്ള് ബ്ലാക്കാണ് അടിച്ചേക്കുന്നത്. പക്ഷേ എഞ്ചിൻ്റെ ഈ വശവും അതുപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ ഇരുവശങ്ങളും, ആ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാത്രം ക്രോം ഫിനിഷ് തന്നെ നിലനിർത്തിയേക്കുവാണ് KSXിൽ. ബാക്കി ഭാഗങ്ങളിലെല്ലാം ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഇനി നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് 350യും KSXുമായിട്ട് വരുന്ന മറ്റൊരു വ്യത്യാസമാണ് അതിൻ്റെ ടാങ്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബാഡ്ജിങ്. അതുകൊണ്ട് ഈ ഒരു വണ്ടിയിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ പണ്ട് മുതലേ ബുള്ളറ്റിൽ കാണുന്ന ആ ഒരു പഴയ ബാഡ്ജിങ്, ആ ഒരു ടൈപ്പ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ബ്രിട്ടീഷ് ബാഡ്ജിങ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണാം, ഈ ഒരു ടാങ്കിലായിട്ട് ഈ കാണുന്ന യെല്ലോ ലൈൻസിലെ അതൊരാൾ കൈ കൊണ്ട് വരച്ചുണ്ടാക്കുന്ന പാറ്റേൺ ആണ്. അതായത് അതൊരു ഹാൻഡ് മെയ്ഡാണ്. അപ്പം ആ രണ്ട് പ്രത്യേകതകൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
എന്നാൽ KSXിലേക്ക് വരുമ്പോൾ ടാങ്കിലായിട്ട് ഒരു ടൈപ്പ് സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കർ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിലേക്ക് വരുമ്പം നമുക്ക് ആ ഒരു പഴമ നിലനിർത്താൻ വേണ്ടി പണ്ട് മുതൽ കാണുന്ന ആ ഒരു ബാഡ്ജിങ്ങും ആ ഒരു ലൈൻസും ഏകദേശം അതുപോലെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു വണ്ടിയുടെ വ്യത്യാസം. ഇനി സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കും സ്റ്റാൻഡേർഡ് KSXും തമ്മിൽ വരുന്ന മറ്റൊരു വ്യത്യാസം ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് KSX ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ KSX ചൂസ് ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു വണ്ടി തന്നെയാണ്. ഇനി സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിലേക്ക് വരുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി വില കൂടുതലാണ്. ഈ വണ്ടികളുടെ എല്ലാം പ്രൈസ് പറഞ്ഞുകൊണ്ട് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡലുകളുടെയും പ്രൈസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഏകദേശം ഡിഫറൻസും ആ ഒരു പ്രൈസ് റേഞ്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് വണ്ടിയുടെ പ്രൈസ് പിന്നെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് പ്രൈസ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞ പോലെ പ്രൈസ് ഡിഫറൻസ് ആണ് ഈ വണ്ടികൾ തമ്മിലുള്ള മൂന്നാമത്തെ വ്യത്യാസം. ഇനി സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കും KSXും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിലേക്ക് വരുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ബ്ലാക്കിൻ്റെ അകത്ത് ക്രോം ഫിനിഷ് വരുന്ന ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിൽ. എന്നാൽ നമുക്ക് ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളർ ഇടയ്ക്ക് വെച്ച് അവൈലബിൾ ആയിരുന്നു. ഈ ഒരു സെയിം ബാഡ്ജിങ് ഒക്കെ ഉള്ള വണ്ടിക്കകത്ത് ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് ഗ്രീൻ. പക്ഷേ അത് നിലവിലിപ്പം റോയൽ എൻഫീൽഡ് പ്രൊഡക്ഷൻ ഇല്ല. അത് ഞാൻ അന്വേഷിച്ചപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് അന്വേഷിച്ചപ്പോഴും അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി സ്റ്റാൻഡേർഡ് KSXിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒണിക്സ് ബ്ലാക്ക് അതുപോലെ തന്നെ ഒണിക്സ് സിൽവർ എന്ന് പറയുന്ന 2 കളർ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അതാണ് മറ്റൊരു വ്യത്യാസം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കും KSXും തമ്മിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കോസ്മെറ്റിക് ചേഞ്ചസ് അല്ലാതെ ബാക്കി വ്യത്യാസമൊന്നും ഈ 2 വണ്ടികളും തമ്മിൽ ഇല്ല. 2 വണ്ടികളും എക്സാക്ട്ലി സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 2 വണ്ടികളും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ESXുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറയാം. ESXിലേക്ക് വരുമ്പം ഈ 2 വണ്ടികൾ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ വ്യത്യാസമാണ് ഉള്ളത് എന്ന് നമുക്ക് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കും സ്റ്റാൻഡേർഡ് KSXും കിക്ക് സ്റ്റാർട്ടാണ് 2 വണ്ടികളും. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി ഇലക്ട്രിക് സ്റ്റാർട്ടായിരിക്കും. ഇലക്ട്രിക് സ്റ്റാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ക്രാങ്ക് വെയ്റ്റിന് വ്യത്യാസം വരുന്നത്. നമ്മുടെ KSXിലും ഈ സ്റ്റാൻഡേർഡ് 350ലും ഞാൻ പറഞ്ഞു സെയിം ക്രാങ്ക് വെയ്റ്റ് ആണ്. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് ക്ലാസിക് 350യുടെ സെയിം ക്രാങ്ക് വെയ്റ്റ് ആണ് അതിന് കൊടുത്തേക്കുന്നത്. 8.5 കിലോഗ്രാമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡേർഡ് ലുക്കാണ്. എന്നാൽ ക്ലാസിക്കിൻ്റെ ആ ഒരു എൻജിൻ, അതായത് ക്ലാസിക്കിൻ്റെ ക്രാങ്ക് വെയ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, വണ്ടി ലുക്ക് വൈസ് സ്റ്റാൻഡേർഡാണ്, പക്ഷേ വണ്ടി ഒരു ക്ലാസിക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്ലാസിക്കിൻ്റെ സെയിം ഇതുള്ള വണ്ടിയാണ്, ലുക്ക് വൈസ് മാത്രമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ESX. ഇനി സ്റ്റാൻഡേർഡ് ESXിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് മുഴുവനായിട്ട് ആ ഒരു ബ്ലാക്ക് പൗഡർ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അതായത് നമ്മൾ ഈ പറയുന്ന ക്രോം ഫിനിഷ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെയും ഈ ഒരു ESXിൽ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. വണ്ടിയുടെ റിംസ് ആണെങ്കിലും എൻജിൻ ഫുള്ളി കവേർഡാണ് ബ്ലാക്ക് കൊണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു KSXിൽ ആ ഒരു 2 വശങ്ങളിൽ മാത്രമായിട്ട് ആ ഒരു ക്രോം ഫിനിഷ് നിലനിർത്തിയേക്കുവാണ്. എൻജിൻ്റെ മുകൾ ഭാഗങ്ങൾ മാത്രമാണ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നതെന്ന്. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി ESXിൽ വരുന്ന മറ്റൊരു വ്യത്യാസം അതിൻ്റെ ടാങ്കിൽ വരുന്ന ബാഡ്ജിങ് ആണ്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് 350ൽ ഈ ബാഡ്ജിങ് ആണ്. അതുപോലെ KSXിൽ നമുക്ക് ബാഡ്ജിങ് ഒന്നുമില്ല, സ്റ്റിക്കർ മാത്രമാണെന്ന് പറഞ്ഞു. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ടൈപ്പ് ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ റോയൽ എൻഫീൽഡ് എന്ന് കൃത്യമായിട്ട് എഴുതിയേക്കുന്ന ഒരു ബാഡ്ജിങ് ആണ് അതിൻ്റെ ടാങ്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ടാങ്കിൽ കൊടുത്തിരിക്കുന്ന ബാഡ്ജിങ്ങിൻ്റെ ഡിഫറൻസ് അവിടെയുണ്ട്. ഈ ഒരു യെല്ലോ ലൈൻസും കാര്യങ്ങളൊന്നും അവിടെയും അവൈലബിൾ അല്ല. ഇനി വണ്ടിയുടെ പ്രൈസിങ്ങിൽ വരുന്ന വ്യത്യാസം നമ്മൾ പറഞ്ഞു KSX ആണ് ഏറ്റവും വില കുറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വില കൂടിയതാണ് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക്. എന്നാൽ ESXിലേക്ക് വരുമ്പോൾ അതിലും വില കൂടിയതാണ്, കുറച്ചും കൂടെ വില കൂടുതലാണ് നമ്മുടെ ESX. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി സ്റ്റാൻഡേർഡ് ESXിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കളർ അവൈലബിലിറ്റി ഓപ്ഷൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിൽ ഈ ഒരു ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് KSXിലേക്ക് വരുമ്പം ഒണിക്സ് ബ്ലാക്കും ഒണിക്സ് സിൽവറും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സ്റ്റാൻഡേർഡ് ESXിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 3 കളർ ഓപ്ഷൻസിൽ ആ വണ്ടി അവൈലബിൾ ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ESXിലേക്ക് വരുമ്പോൾ കളർ വേരിയൻസ് ജെറ്റ് ബ്ലാക്ക്, റീഗൽ റെഡ്, റോയൽ ബ്ലൂ, ഈ 3 കളർ വേരിയൻറ്റിലും നമുക്ക് ESX വരുമ്പോൾ അവൈലബിൾ ആണ്. അതാണ് മറ്റൊരു വ്യത്യാസം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക്
KSX, ESX ഈ 3 വണ്ടികളുടെയും പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി പറഞ്ഞ് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾ ഏത് വണ്ടി എടുക്കണമെന്നുള്ളത്. ഞാൻ ഒരു വണ്ടി നല്ലതാണ് അല്ലെങ്കിൽ മറ്റേ വണ്ടി ചീത്തയാണ്, ഇതെടുക്കുമോ അതെടുക്കുമോ എന്ന് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് തോന്നുന്ന കാര്യം ഏതാണോ അത് വെച്ച് നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണ സംതൃപ്തിയോടെ ആ വണ്ടി സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ള് ക്രോം ഫിനിഷ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു മടിയനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വണ്ടി എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കൃത്യമായിട്ട് തുടച്ച് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. നിങ്ങളൊന്ന് വെളിയിൽ പോയി ഒന്ന് മഴയത്തോ അല്ലെങ്കിൽ വെള്ളം നനച്ച് കൊണ്ട് വെക്കുവാണെങ്കിൽ അങ്ങനെ വെച്ചേക്കരുത്. കൃത്യമായിട്ട് തുടച്ച് റെഗുലറായിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കുവാണെങ്കിൽ എങ്കിൽ മാത്രമേ ഈ വണ്ടി എടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും. വണ്ടി പെട്ടെന്ന് തുരുമ്പടിക്കും. അതുപോലെ തന്നെ ഒരു ടൈപ്പ് ഫംഗസ് ഉണ്ട്. ആ ഫംഗസൊക്കെ നമ്മുടെ എഞ്ചിനിലൊക്കെ കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് റെഡിയാക്കാൻ കൊണ്ടുപോകണം, ബഫിംഗ് ഒക്കെ ചെയ്യണം. അതിന് ഏതാണ്ട് 1500 രൂപയൊക്കെ ആവും. അപ്പോൾ അങ്ങനത്തെ ചിലവുകളിലേക്ക് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ മനസ്സില്ലാത്തവർ ഈ വണ്ടി എടുക്കരുത്. കാരണം അലക്ഷ്യമായിട്ട് കൊണ്ടു നടന്നാൽ ഉറപ്പായിട്ട് ഈ വണ്ടി അഴുക്കായി തുരുമ്പടിച്ച് അങ്ങനത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ട് തന്നെ വേണം, എന്നാൽ ഇത്രയും മെനക്കെട്ട് തുടച്ച് കൊണ്ടു നടക്കാൻ വയ്യ, തുരുമ്പിനെ പേടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു വണ്ടിയാണ് KSX. അതാകുമ്പോൾ കിക്ക് സ്റ്റാർട്ടും ഉണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ KSX അവിടെ അങ്ങനത്തെ കാര്യം വെച്ച് നോക്കിയാൽ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ESXും ആ കാര്യത്തിൽ ചൂസ് ചെയ്യാം. കാരണം KSX ഞാൻ പറഞ്ഞു എഞ്ചിൻ്റെ 2 വശത്ത് ക്രോം ഫിനിഷ് തന്നെയാണ് നൽകിയേക്കുന്നത്. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളി ക്രോം ഫിനിഷാണ്. എഞ്ചിനും റിമ്മും എല്ലാം ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് ESX കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തുരുമ്പിനെ പേടിക്കേണ്ടിയേ വരത്തില്ല ESXിൽ. അപ്പം ഈ വണ്ടിയിൽ നമ്മൾ ആ ഒരു തുരുമ്പിനെ പേടിക്കണമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഇതേ കാര്യം ഈ ഒരു വണ്ടിക്ക് അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ ബുള്ളറ്റിൻ്റെ ആ ഒരു പഴമ നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു ക്രോം ഫിനിഷ് നൽകിയതുകൊണ്ട് തന്നെ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു വണ്ടി ഈ ഒരു ക്രോം ഫിനിഷിൽ കാണാൻ. അപ്പം ആ ഒരു പഴമ, ആ ഒരു പഴയ ലുക്ക് അത് ആഗ്രഹിച്ച് എടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു വണ്ടി എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്രോം ഫിനിഷൊക്കെ ഇതിന് നൽകിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്നതാണ് ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെയൊക്കെ കാര്യം. ഈ ഒരു വണ്ടിയിൽ മാത്രമാണ് ഈ ഒരു ബാഡ്ജിയും ഈ ഒരു ഹാൻഡ് മെയ്ഡ് ലൈൻസും ഒക്കെ നൽകിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പഴയ ലെഗസി, ആ ഒരു പഴയ ബുള്ളറ്റിൻ്റെ ഏകദേശം ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏക വണ്ടി ഈ പറയുന്ന സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക് ആണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻസ്, ആ ഒരു പഴമ, ആ ഒരു ഫീല്, അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം. പക്ഷേ മടിയന്മാരാവരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. എന്നാൽ നിങ്ങൾ അത്രയും എഫേർട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ESXും KSXും ഓപ്ഷനായിട്ട് അവിടെ ചൂസ് ചെയ്യാം. ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യത്യാസം ക്രാങ്ക് വെയിറ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിലും KSXിലും സെയിം ക്രാങ്ക് വെയിറ്റ് ആണ്. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്രാങ്ക് വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്രാങ്ക് വെയിറ്റ് കൂടിയതും കുറഞ്ഞതും കൊണ്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്ക് വെയിറ്റ് കൂടുതലുള്ള വണ്ടിക്ക് എപ്പോഴും ആ ഒരു കംഫർട്ട് കൂടുതലായിരിക്കും. അതായത് ആ ഒരു വണ്ടിയുടെ ആ ഒരു തമ്പും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വൈബ്രേഷൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടികൾക്ക് ആ ഒരു വൈബ്രേഷൻസ് കുറച്ചും കൂടി കുറവായിരിക്കും ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞതിനെ അപേക്ഷിച്ച്. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി വൈബ്രേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കും KSXിലേക്കും വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റൈഡിങ് കംഫർട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആ ഒരു ലോങ് റൈഡിലൊക്കെ പോകുമ്പോൾ ഉള്ള കംഫർട്ട് നമുക്ക് KSXിലും സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിലും കുറച്ചും കൂടെ കൂടുതലാണ്. കാരണം ആ ഒരു വൈബ്രേഷൻ കുറവായിരിക്കും. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്കും ക്രാങ്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ അമിതമാണെന്നല്ല ഞാൻ പറയുന്നത്. BS6ലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് വൈബ്രേഷൻസൊക്കെ കുറവാണ്. എങ്കിലും KSXിനെയും ഈ ഒരു വണ്ടി അപേക്ഷിച്ച് ESXിന് കുറച്ചും കൂടി വൈബ്രേഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നീട് ക്രാങ്ക് വെയിറ്റ് കൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്ക് വെയിറ്റ് കൂടിയിരിക്കുമ്പം നമുക്ക് ചെറിയ സ്പീഡിലും നമുക്ക് ടോപ്പ് ഗിയർ ഇട്ട് ഓടിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു 5th ഗിയറൊക്കെ നമുക്ക് സിമ്പിളായിട്ടൊരു 40 റേഞ്ചിലൊക്കെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. എന്നാൽ ESXിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ക്രാങ്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു എൻജിൻ നോക്കിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ സ്പീഡിൽ നമ്മൾ ഹൈ ഗിയർ ഇട്ട് പോയി കഴിഞ്ഞാൽ. അതും ഈ ഒരു ക്രാങ്ക് വെയിറ്റിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതാണ്. ഇനി ക്രാങ്ക് വെയിറ്റ് കൂടുതൽ ഈ KSXിനും നമ്മുടെ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിനും ആണെങ്കിൽ പോലും മൊത്തത്തിലുള്ള വണ്ടിയുടെ വെയിറ്റ് കൂടുതൽ ESXിനാണ്.
അപ്പോൾ കൂടുതൽ വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് ESX എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. KSXും നമ്മുടെ സ്റ്റാൻഡേർഡ് 350യും അതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വെയിറ്റ് കുറവാണ്. അപ്പോൾ വെയിറ്റ് കൂടുതൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനും അല്ലെങ്കിൽ താങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KSXും സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കും ചൂസ് ചെയ്യാം. എന്നാൽ വെയിറ്റ് ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ESX ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്രാങ്ക് വെയിറ്റിൻ്റെ ഈ ഒരു കൂടുതൽ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ലോങ് റൈഡിനൊക്കെ കുറച്ചും കൂടെ കംഫർട്ട് KSX ആണ്, കിക്ക് സ്റ്റാർട്ട് മോഡൽസ് ആണ്. എന്നാൽ ESXിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ട് നിങ്ങൾക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലും കിക്ക് സ്റ്റാർട്ട് മോഡലുകൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ. ESX ഒരു പൊടിക്ക് കുറവായിരിക്കും മൈലേജ്. ഇനി നിങ്ങൾക്ക് ആ ഒരു കളർ അവൈലബിലിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് 350 ബ്ലാക്കിലേക്ക് വരുമ്പം ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് മാത്രമേ ഉള്ളൂ. എന്നാൽ KSX വരുമ്പോൾ നിങ്ങൾക്ക് 2 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ESXിലാണെങ്കിൽ 3 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേറെ വെറൈറ്റി കളറുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ കളർ ഓപ്ഷൻസ് ഉള്ളത് ESX ആണ്, അത് പരിഗണിക്കാം. അതുപോലെ തന്നെ 2 കളർ ഓപ്ഷനുള്ള KSXും പരിഗണിക്കാം. ഈ ഒരു വണ്ടിയിൽ ഈ ഒരു കളർ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതൊന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പഴയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, ആ ഒരു പഴയ ലുക്കുള്ള ആ ഒരു ഫീലുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക് ചൂസ് ചെയ്യാം. നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ളൊരു ലുക്കുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ KSXും ESXും ചൂസ് ചെയ്യാം. കാരണം രണ്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മോഡേൺ സ്റ്റൈലിലാണ് വണ്ടിയുടെ കളറുകളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് KSXും ESXും ആ ഒരു ലുക്ക് വൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി പ്രൈസിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു KSX ആണ് ഏറ്റവും വില കുറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കിക്ക് സ്റ്റാർട്ട് മതി എന്നുണ്ടെങ്കിൽ KSX ചൂസ് ചെയ്യാം. കുറച്ചും കൂടെ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പഴമ ഉള്ള വണ്ടി വേണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് 350 ബ്ലാക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കുറേ കൂടി ബഡ്ജറ്റ് ഉണ്ട്, എന്നാൽ ക്ലാസിക് എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല, അതിൽ കുറച്ചും കൂടെ താഴെയുള്ളൂ ബഡ്ജറ്റ്. എന്നാൽ ഇലക്ട്രിക് സ്റ്റാർട്ട് വേണം എന്നുള്ളവർക്ക് ESXും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു ക്രാങ്ക് വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടികൾ കിക്ക് സ്റ്റാർട്ട് വെച്ചേക്കുന്നത്. ഇലക്ട്രിക് സ്റ്റാർട്ട് നമുക്ക് ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടികളിൽ വെക്കാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മോട്ടറൊക്കെ അടിച്ചു പോകും, പാടാം. അതുകൊണ്ടാണ് അവർ ഇലക്ട്രിക് സ്റ്റാർട്ടിലേക്ക് വന്നപ്പോൾ ക്രാങ്ക് വെയിറ്റ് കുറച്ചിട്ട് ഈ ഒരു ഇലക്ട്രിക് സിസ്റ്റം അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ കിക്ക് സ്റ്റാർട്ട് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്നൊരു ബ്ലോക്കിൽ കൊണ്ടുവന്ന് നിർത്തുവാണ്. ഒരു 60 സെക്കൻഡൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മുടെ ലൈറ്റുകളൊക്കെ കിടക്കുന്നത്, റെഡ് ലൈറ്റൊക്കെ കിടക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വണ്ടി അണയ്ക്കാനുള്ളൊരു മനസ്സ് മിക്കവാറും വരത്തില്ല കിക്ക് സ്റ്റാർട്ടിൽ. കാരണം നിങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് പോകണ്ടേ എന്നുള്ളൊരു ടെൻഷൻ. പക്ഷേ കിക്ക് സ്റ്റാർട്ടിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ കിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടാവും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ച് വലിച്ചു വാരിയിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവത്തേ ഇല്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾ അങ്ങനത്തെ ട്രാഫിക്കിലൊക്കെ കൊണ്ടുവച്ച് നിർത്തുമ്പോൾ മിക്കവാറും നമ്മൾ കിക്ക് സ്റ്റാർട്ടാണെങ്കിൽ വണ്ടി ഓഫ് ചെയ്യത്തില്ല, അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഒരു ദിവസം നിങ്ങൾ എത്രയോ നേരം വണ്ടി അങ്ങനെ വെച്ച് ഫ്യൂവൽ വേസ്റ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നാൽ ESXിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ ESXന് വലിയൊരു അഡ്വാൻറ്റേജ് ആണുള്ളത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അപ്പോഴേ വണ്ടി ഓഫ് ചെയ്ത് നിർത്താം. ലാസ്റ്റ് ഒരു 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് സെൽഫ് അങ്ങോട്ട് എടുത്ത് വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ സേവ് ചെയ്യുന്ന ഫ്യൂവൽ കൂടുതൽ ESXിലായിരിക്കും. എന്നാൽ KSXിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ഫ്യൂവൽ അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു പ്രശ്നം ഉണ്ട്. അതാണ് ESXിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഫൈനലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പഴമ നിലനിർത്തുന്ന വണ്ടി വേണമെങ്കിൽ ഈ വണ്ടി ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചും കൂടെ മോഡേണും സ്റ്റൈലിഷും ആയിട്ടുള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് KSXും ESXും ചൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇലക്ട്രിക് സ്റ്റാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ESX. കാരണം ESXിലേ ഉള്ളൂ സ്റ്റാൻഡേർഡ് മോഡൽസിൽ നമുക്ക് ഇലക്ട്രിക് സ്റ്റാർട്ട്. അത്യാവശ്യം നിങ്ങൾ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കിക്ക് സ്റ്റാർട്ടിനേക്കാളും എളുപ്പം ESX ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് നിർബന്ധമാണെങ്കിൽ ESX ചൂസ് ചെയ്യാം. അതുപോലെ വണ്ടിയുടെ കഴിവുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, വണ്ടിയുടെ കോസ്മെറ്റിക് ഡിഫറൻസുകളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം എനിക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഞാൻ ഈ വണ്ടികൾ എടുക്കാൻ നേരത്ത് ചിന്തിച്ച കുറേ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ പറയുന്ന ഇടയ്ക്ക് വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ തെറ്റുകളോ എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് പറയുക, അറിയിക്കുക. അപ്പോൾ എന്തായാലും സ്റ്റാൻഡേർഡിൻ്റെ ഈ മോഡൽസ് ഏതെടുക്കണം എന്ന് പറഞ്ഞ് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരുവിധം ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചുള്ള വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.